ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ശിവരാമൻ അവന്തികയെ കാണാൻ അവന്തികയുടെ മുറിയിലേക്ക് വന്നിരിക്കുന്നു. പെട്ടെന്ന് മുറിയിൽ ശിവരാമനെ കണ്ടപ്പോൾ അവന്തിക ഒന്ന് ഞെട്ടിപ്പോയിരുന്നു. ശിവരാമൻ തൻ്റെ ആവശ്യം അവന്തികയോട് പറഞ്ഞു. ചെയ്ത കാര്യങ്ങൾ രണ്ടുപേരും പരസ്പരം അവിടെ നിന്ന് പറയുന്നുണ്ട്. മര്യാദയ്ക്ക് താൻ ഇവിടെ നിറങ്ങിപ്പോ. താനിപ്പോ ഈ പറയുന്നത് കേട്ടാൽ ആരെങ്കിലും കേട്ടാലുള്ള അവസ്ഥ അറിയാലോ. പോലീസ് തന്നെ അന്വേഷിക്കുന്നുണ്ട്. താൻ ഈ വീട്ടിൽ ജോലിക്ക് കയറിയെന്നുള്ള കാര്യം പോലീസ് അറിഞ്ഞാലുണ്ടല്ലോ. ശിവരാമന് പറയുന്നു, എല്ലാം നഷ്ടപ്പെട്ട ആളാണ് ഞാൻ, ഇനി എന്ത് പേടിക്കാൻ. അല്ലെങ്കിൽ തന്നെ ഇനി എന്താണ് എനിക്ക് നഷ്ടപ്പെടാനുള്ളത്? സ്വന്തം ജീവിതവും ഭാര്യയും കുഞ്ഞും എല്ലാം കൈവിട്ടു പോയി. ഏകദേശം ഞാനൊരു ഭ്രാന്തന്റെ അവസ്ഥയിലാണ്. എല്ലാം കൈവിട്ട അവസ്ഥയിലാണ്. മേഡം കാരണമാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടമായത്. മേഡം തന്നെ എനിക്ക് കുഞ്ഞിനെ തിരിച്ചു തരണം. ജീവിതത്തിൽ ഇനി ആകെ പ്രതീക്ഷയുള്ളത് എൻ്റെ കുഞ്ഞു മാത്രമാണ്. എൻ്റെ കുഞ്ഞില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു വേണം. നിങ്ങൾ തന്നെ എനിക്കതിനെ എടുത്തു തരണം എന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, ഞാൻ എടുത്തു തരാനോ? അത് നടക്കില്ല. നടക്കും. രണ്ട് ദിവസം ആ സമയം ഞാൻ തരാം. അതിനകം എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ എനിക്ക് എടുത്തു തരണം. ഇല്ലെങ്കിൽ എല്ലാ സത്യങ്ങളും ഞാനിവിടെ എല്ലാവരോടും വിളിച്ചു പറയും എന്ന് ശിവരാമൻ പറയുമ്പോൾ അവന്തിക പറയുന്നു, ഭീഷണിപ്പെടുത്തുകയാണോ എന്ന്? ഇത് ഭീഷണിയല്ല, ഞാനത് ചെയ്യും. എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുപോകും. അതിനേക്കാൾ നല്ലത് ആരും അറിയാതെ നിങ്ങൾ ആ കുഞ്ഞിനെ എനിക്ക് എടുത്തു തരുന്നതാണ്. നിങ്ങൾ ഇത്ര ക്രൂരമായ ഒരു സ്ത്രീയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളുടെ വാക്ക് കേട്ട് ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പരിഹാരം കണ്ടേ പറ്റൂ. ഇനിയുള്ള കാലമെങ്കിലും എനിക്ക് എൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കണം. അതിനെനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയേ പറ്റൂ. 2 ദിവസം അത് മറക്കണ്ടെന്ന് പറഞ്ഞ് ശിവരാമൻ പോകുന്നു. വളരെ ടെൻഷനോടെ ഇപ്പോൾ അവന്തിക നിൽക്കുന്നു. ഈ സമയം സച്ചി ഓഫീസിലേക്ക് കയറി വരികയായിരുന്നു. സച്ചി, ധനുഷ് എവിടെയെന്ന് സേതു ചോദിക്കുന്നു. എനിക്കറിയില്ല, ഓഫീസിൽ നിന്ന് ഞാൻ കുറച്ച് നേരത്തെ ഇറങ്ങി. ഞാൻ വിചാരിച്ചത് ധനുഷ് പോയെന്നാണ്. ഓഫീസിൽ ധനുഷ് എങ്ങനെയുണ്ടെന്ന് സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു, ഓഫീസിൽ ധനുഷ് ആദ്യമായിട്ടല്ലല്ലോ ഉള്ളത്. മുമ്പും അവൻ നമ്മുടെ ഓഫീസിലുണ്ടല്ലോ. അതുപോലെ അല്ലല്ലോ അവനിപ്പോൾ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അവൻ്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. 2 ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ധനുഷ് മനസ്സിലാക്കിയിട്ടുണ്ട്. 2-3 മാസത്തെ ഫയൽ വേണമെന്ന് രേണുകയോട് ചോദിക്കുന്നത് കേട്ടു എന്നൊക്കെ സച്ചി പറയുന്നു. രേണുക അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ ഒരു സംസാരം അവന്തിക കേൾക്കുന്നുണ്ടായിരുന്നു. ധനുഷിനെ നിങ്ങൾ വേർതിരിച്ച് കാണരുത്, നിങ്ങളിൽ ഒരാളായിട്ട് തന്നെ കാണണം എന്ന് സേതു പറയുമ്പോൾ, ഞാൻ ആരെയും വേർതിരിച്ച് കണ്ടിട്ടില്ല അച്ഛാ. നന്ദേട്ടനും സന്ദീപും അങ്ങനെയല്ല എന്ന് സച്ചി. അവരെ കാര്യങ്ങൾ പറഞ്ഞ് നിനക്ക് മനസ്സിലാക്കിക്കൂടെ എന്ന് സേതു ചോദിക്കുന്നു. അച്ഛൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കോ? ഓഫീസിൽ അവൻ്റെ പെരുമാറ്റവും ജോലിയിലുള്ള അവൻ്റെ ആത്മാർത്ഥതയും കൊണ്ട് വിശ്വസിക്കുന്നവനാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവന് തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ധനുഷിനോടുള്ള നന്ദേട്ടൻ്റെയും സന്ദീപിൻ്റെയും ആറ്റിറ്റ്യൂഡിൽ മാറ്റം വന്നേക്കാം. അതുവരെ ഇങ്ങനെ പോട്ടെ. അല്ലാതെ ധനുഷിന് വേണ്ടി ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാൽ 2 പേരും കൂടി എന്നെ കടിച്ചു കീറും. താലിക്കെട്ട് ചടങ്ങിൽ ഞാൻ പങ്കെടുത്തത് തന്നെ അവർക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെ സച്ചി പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, അവനെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കും അല്ലേ? അവൻ ഏറ്റെടുത്ത ജോലി അവൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഓഫീസിൽ കുറച്ചും കൂടി അടുക്കം ചിട്ടയും വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ എന്നും അച്ഛൻ്റെ പരാതിയുള്ള സ്ഥലം. ധനുഷിന്റെ ഇടപെടൽ കൊണ്ട് അത് നന്നാവുന്ന ലക്ഷണമുണ്ട്. അപ്പോൾ അവനെ വിശ്വസിക്കാം അല്ലേ? എന്തായാലും ഈ മാസം ഇങ്ങനെ പോട്ടെ. അവൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില ഉത്തരവാദിത്തങ്ങളും കൂടി അവനെ ഏൽപ്പിക്കാം എന്ന് സേതു പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നന്ദേട്ടനോടും സന്ദീപിനോടും ചോദിക്കണമെന്ന് സച്ചി പറയുന്നുണ്ട്. ധനുഷിനെ അവർ അംഗീകരിക്കുന്നില്ല, പിന്നെ ഞാനെന്തിനാ അവരോട് ഇതൊക്കെ പറയുന്നത് എന്ന് സേതു ചോദിക്കുന്നു. കല്യാണം പോലെയാണോ അച്ഛാ ഓഫീസിലെ കാര്യങ്ങൾ? അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നന്ദേട്ടനല്ലേ? നന്ദേട്ടൻ പറയുന്നതാണ് ഓഫീസിലെ അവസാനത്തെ വാക്ക്. അതുകൊണ്ട് നന്ദേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനിച്ചാൽ ചിലപ്പോൾ അത് നന്ദേട്ടന് ഇഷ്ടമായെന്ന് വരില്ല. ധനുഷിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അതിപ്പോൾ വേണ്ട. മാത്രമല്ല അവനെ ആ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് അച്ഛനാവുകയും ചെയ്യരുത്. ഏട്ടനെ കൊണ്ട് തന്നെ വേണം അവനെ ആ ചുമതല ഏൽപ്പിക്കാൻ എന്നെ സച്ചി പറയുമ്പോൾ സേതു പറയുന്നുണ്ട്, ധനുഷ് അവൻ്റെ ശത്രുവല്ലേ, പിന്നെ എങ്ങനെയാണ് അവനിതിന് സമ്മതിപ്പിക്കുന്നത്? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഓഫീസിലെ അവൻ്റെ പെർഫോമൻസിൽ നന്ദേട്ടൻ സാറ്റിസ്ഫൈഡ് ആവും. കാരണം നന്ദേട്ടൻ പലതവണ വിചാരിച്ചിട്ട് പോലും ഈ ഡിപ്പാർട്ട്മെന്റിനെ നേരെയാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2 ദിവസം കൊണ്ടുള്ള ധനുഷിന്റെ ആ ഒരു ഇടപെടലിൽ തന്നെ അവിടെ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ധനുഷിനെ പാര വയ്ക്കാൻ അവർ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതൊക്കെ മറികടന്ന് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് അവൻ നേരെയാക്കിയാൽ നന്ദേട്ടൻ ധനുഷിനെ അംഗീകരിക്കും. ആ സമയത്ത് വേണം അച്ഛൻ നന്ദേട്ടനോട് ഈ കാര്യം പറയാൻ. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ വിചാരിക്കുന്നത് പോലെ കാര്യം നടക്കും. ഞാൻ വിചാരിച്ചതുപോലെയല്ല, കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, അറിയാം എന്നൊക്കെ ഇങ്ങനെ സേതു സച്ചിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതൊക്കെ അവനൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അർച്ചനയോടൊപ്പം ജീവിച്ചതിന്റെ ഗുണം നിനക്ക് കിട്ടിയിട്ടുണ്ട്.
നിന്റെ അമ്മയുടെ അതേ സ്വഭാവമാണ് അർച്ചനയ്ക്കും കിട്ടിയിരിക്കുന്നത്. കുടുംബത്തിന്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി അവൻ തീരുമാനിക്കുന്നത് നമ്മളും കൂടി ഉറപ്പാക്കും. എങ്കിൽ പിന്നെ നീ ചെല്ലെന്ന് പറഞ്ഞ് സേതു ഇപ്പോൾ സച്ചിയെ പറഞ്ഞു വിടുന്നുണ്ട്. അവന്തിക വിചാരിക്കുന്നുണ്ട്, അപ്പോൾ ധനുഷ് പണി തുടങ്ങിക്കഴിഞ്ഞു. ഓഫീസിൽ അവൻ നല്ല പേരുണ്ടാക്കിയാൽ ഇപ്പോൾ നന്ദേട്ടനും സന്ദീപും അവൻ്റെ എല്ലാ കാര്യങ്ങളും മറക്കും, അവനെ അംഗീകരിക്കുകയും ചെയ്യും. അത് പാടില്ല. അവന് ഓഫീസിൽ തന്നെ ഒരു പണി കൊടുക്കണം, അവൻ്റെ വിശ്വാസം തകർക്കണം, അതിന് അവിടെ ഒരു കെണി ഒടുക്കണം. അതിന് പറ്റിയ ഒരാളെ ഓഫീസിൽ നിന്ന് കണ്ടെത്തണമല്ലോ. ആരായിപ്പോൾ ഉള്ളത്? രേണുക. അവൾ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ ഉള്ളത്. ധനുഷിന് ഒരു പണി കൊടുക്കാൻ രേണുകയേക്കാൾ നല്ലൊരു ഓപ്ഷൻ വേറെയില്ല എന്ന് അവന്തിക വിചാരിക്കുന്നുണ്ട്. തുടർന്ന് രേണുകയെ അവന്തിക വിളിക്കുന്നുണ്ട്. രേണുക, എന്നെ വിളിച്ചിട്ട് ഒരുപാട് നാളായി എന്ന് അവന്തിക പറയുമ്പോൾ രേണുക പറയുന്നു, മേഡം ഇപ്പോൾ ഓഫീസിലേക്ക് വരാറൊന്നുമില്ലല്ലോ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് രേണുക പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, അതിനുള്ള കിമ്പളം മാസം നിന്റെ അക്കൗണ്ടിൽ വീഴുന്നതുണ്ടല്ലോ. നെല്ലിശ്ശേരിയിലെ വെറും ഒരു ക്ലർക്കായിരുന്ന നിന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാക്കിയത് ഞാനല്ലേ? അതെനിക്കറിയാം എന്ന് രേണുകയും പറയുന്നുണ്ട്. ഒരു പുതിയ കാര്യം നിന്നെ ഏൽപ്പിക്കാനാണ് ഞാൻ വിളിച്ചത്. എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും കാര്യമില്ലാതെ മേഡം എന്നെ വിളിക്കില്ല എന്ന്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലെ പുതിയ ഹെഡ് ധനുഷിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഇത് കേട്ട് രേണുക പറയുന്നു, അത് നെല്ലിശ്ശേരിയിലെ സ്നേഹയുടെ ഭർത്താവല്ലേ, അത് നല്ല ആളാണ്. പക്ഷേ അവനെൻ്റെ ശത്രുവാണെന്ന് അവന്തിക പറയുമ്പോൾ രേണുക പറയുന്നു, ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ബോസ് മേഡം മാത്രമാണ്. അവൻ്റെ മേലെ നിന്റെ ഒരു കണ്ണ് എപ്പോഴും ഉണ്ടാകണം. സമയമാകുമ്പോൾ ചില കാര്യങ്ങൾ നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടി വരും. മേഡം പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല, ഞാനത് ചെയ്തിരിക്കും. ഇനി മുതൽ എൻ്റെ 2 കണ്ണും ധനുഷ് സാറിൻ്റെ മേളിൽ ഉണ്ടാകും എന്ന് രേണുക പറയുന്നുണ്ട്. അവിടുത്തെ പ്രവൃത്തികൾ, അവൻ്റെ അടുപ്പക്കാർ, അവൻ നോക്കുന്ന ഫയലുകൾ, അങ്ങനെയെല്ലാം വെറുതെ വേണ്ട, ചെയ്യുന്ന ജോലിയുടെ കൂലി നിനക്ക് കിട്ടിയിരിക്കും. അത് പിന്നെ എനിക്കറിയില്ലേ, ഞാൻ മേഡം പറഞ്ഞതുപോലെ ചെയ്തേക്കാം എന്ന് രേണുക. തൽക്കാലം നീ ഇപ്പോൾ അവനെ വാച്ച് ചെയ്താൽ മാത്രം മതി, നീ ഇപ്പോൾ മറ്റൊന്നും ചെയ്യണ്ട, ഞാൻ എല്ലാം അറിയിക്കാം എന്ന് പറഞ്ഞ് അവന്തിക ഫോണും വെച്ചു. തുടർന്ന് ആതിര മുറിയിൽ നിന്നും പോവുകയായിരുന്നു. ഈ സമയം അത് കണ്ടുനിന്ന ശിവരാമൻ പെട്ടെന്ന് തന്നെ ആതിരയുടെ മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ആതിരയുടെ കുഞ്ഞിനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ശിവരാമന്റെ കയ്യിലിരിക്കുന്നത് ശിവരാമന്റെ സ്വന്തം കുഞ്ഞ്. ശിവരാമൻ കുഞ്ഞുമായി ഇറങ്ങി ഓടുന്നു. ആരുടെയും കണ്ണിൽ പെടാതെ പോകാനാണ് ശിവരാമൻ വിചാരിച്ചത്. എന്നാൽ ശിവരാമനെ അർച്ചന കാണുകയും, ശിവേട്ട എന്താ ഈ കാണിക്കുന്നത്? ആതിരെ, ശിവേട്ട എന്താ ഈ കാണിക്കുന്നത് എന്ന് പറഞ്ഞ് ആതിരയെ അർച്ചന വിളിക്കുന്നു. മാറ്, ഇതെന്റെ കുഞ്ഞാണ്, ഇതെന്റെ കുഞ്ഞാ എന്നൊക്കെ ശിവരാമൻ. ശിവേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ എന്ന് അർച്ചന. അവിടേക്ക് ഇപ്പോൾ ആതിരയും ഓടി വരുന്നു. എന്റെ മോള് എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് ആതിര. ശിവരാമന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ പിടിച്ചു വാങ്ങാനും ശ്രമിക്കുന്നുണ്ട്. ഇത് ഞാൻ പ്രസവിച്ച എന്റെ കുഞ്ഞാ, കുഞ്ഞിനെ തരാനാ പറഞ്ഞത് എന്നൊക്കെ ആതിര പറയുമ്പോൾ അവന്തിക ഈ കാഴ്ച കാണുന്നു. ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക. എല്ലാം തീർന്നു, എന്ത് ചെയ്യും? ആ ഒരു വഴിയേ ഉള്ളൂ. അവന്തിക അവിടേക്ക് വന്ന് ശിവരാമന്റെ കരണത്തടിച്ചു. ഈ സമയം കൊണ്ട് ആതിര കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. എന്താ ഒന്ന് ചോദിച്ച് സേതു അവിടേക്ക് വന്നപ്പോൾ അവന്തിക പറയുന്നു, അച്ഛാ, ഇയാൾ ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ ശ്രമിക്കായിരുന്നു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇയാളെ ഇവിടെ ജോലിക്ക് വെക്കേണ്ട എന്ന്. അയാൾ പറഞ്ഞതെല്ലാം കള്ളമാണ്. ശിവരാമന്റെ കരണത്ത് സേതുവും അടിച്ചിട്ട് പറയുന്നു, താൻ എന്താണോ ഈ കാണിച്ചത്? ഇവളുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോവാൻ നോക്കിയത് എന്തിനാ? തനിക്കിവിടെ ജോലിയില്ല, ഒന്നുമില്ല. ഇനിമേലിൽ തന്നെ ഇവിടെ കണ്ടുപോവരുത്, ഇറങ്ങി പോവാൻ എന്നൊക്കെ പറഞ്ഞ് സേതു തന്നെ ശിവരാമനെ പടിക്ക് പുറത്തേക്ക് പിടിച്ച് തള്ളുന്നു. ഇനിമേലാൽ നീ പടി ചവിട്ടിയാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ശിവരാമൻ പറയുന്നു, സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന്. നീ ഒന്നും പറയണ്ട, ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് സേതു ശിവരാമനെ പുറത്താക്കിയിരിക്കുന്നു. അച്ഛ, അയാളൊരു കൊലപാതകയാണ്, പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അവന്തിക പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് ആതിര പറയുന്നു, അയാൾ എൻ്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചത് എന്തിനാ? അയാൾക്ക് ഭ്രാന്തല്ല, ഏത് കുഞ്ഞിനെ കണ്ടാലും അയാളുടെ കുഞ്ഞായിട്ട് തോന്നും. സേതു പറയുന്നു, മോളെ കുഞ്ഞാക്കി പേടിച്ചിട്ടുണ്ട്, കൊണ്ടുപോയി പാല് കൊടുക്കും. അങ്ങനെ കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ് ആതിര. അച്ഛ, അന്ന് ഞാൻ പറഞ്ഞതല്ലേ അയാൾക്ക് ജോലി കൊടുക്കരുതെന്ന്. അച്ഛനത് കേട്ടില്ല. അയാളുടെ കണ്ണുനീര് കണ്ടപ്പോൾ മനസ്സലിഞ്ഞു പോയി. ഇപ്പോൾ അയാൾ ചെയ്തത് കണ്ടില്ലേ? ആതിരയുടെ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ നോക്കി. അപ്പോൾ എന്തായിരുന്നു അയാളുടെ ഉദ്ദേശം? കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതോ ഒരു ഗ്യാങ്ങിന്റെ ആളാണ് അയാൾ എന്ന് അവന്തിക പറയുമ്പോൾ സേതു പറയുന്നു, അച്ഛനെ ഒരു തെറ്റ് പറ്റിപ്പോയി മോളെ, ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി അയാൾ ഈ മുറ്റത്ത് വരാൻ ഞാൻ സമ്മതിക്കില്ല. എന്നാലും അയാൾ കുഞ്ഞിനെ മാറി എടുത്തോണ്ട് പോവാൻ നോക്കിയത് എന്തിനാ? അത് അയാൾക്ക് ഭ്രാന്തായിട്ടാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അയാൾക്ക് ഭ്രാന്താണോ അല്ലയോ എന്നും എനിക്കറിയില്ല. പക്ഷേ ഒന്ന് എനിക്ക് ഉറപ്പുണ്ട്, കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഏതോ ഒരു സംഘവുമായിട്ട് അയാൾക്ക് നല്ല ബന്ധമുണ്ട്. ഇല്ലെങ്കിൽ അയാൾ എന്തിനാ ഈ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നത്? ഇപ്പോൾ നമ്മൾ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. ഈ കാര്യം സച്ചിയും സന്ദീപും അറിയുമ്പോൾ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. എല്ലാത്തിനും കാരണം ഞാനാണ്. ഇന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരാൾക്ക് മനസ്സറിഞ്ഞ് ഒരു സഹായം ചെയ്യരുത്. സേതു മുറിയിലേക്ക് പോയി. അർച്ചനയും പോകുന്നു. അവന്തിക തൽക്കാലം ഒരു സമാധാനത്തോടെ നിൽക്കുന്നു. തൽക്കാലം രക്ഷപ്പെട്ടു. അയാളുടെ കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുത്തേ പറ്റൂ എന്നും അവന്തിക വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മൂർത്തിയെ വിളിക്കുകയാണ് അവന്തിക.
മൂർത്തിയാകെ പ്രശ്നമാണ്. ഇങ്ങനെ പോയാൽ കാര്യങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ആ ശിവരാമൻ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചു. അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് സത്യം പറയുമെന്ന് തോന്നിയപ്പോൾ ഞാൻ അയാളെ തന്ത്രപൂർവ്വം അടിച്ച് പുറത്താക്കി. ഇപ്പോൾ തൽക്കാലം രക്ഷപ്പെട്ടു. പക്ഷെ ഇനിയും അയാൾ വരും. അതിനു മുമ്പ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അവന്തിക പറഞ്ഞാൽ മതി എന്താ ചെയ്യേണ്ടതെന്ന്. ഇനി അവൻ തിരിച്ച് നെല്ലിശ്ശേരിയിൽ വരരുത്, തീർത്ത് കളയണം ഇന്ന് തന്നെ എന്നൊക്കെ അവന്തിക പറയുന്നുണ്ട്. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവുമെന്ന് വിചാരിച്ചാൽ ആരുടെ ജീവനും എടുക്കും. പാവം ശിവരാമൻ, വേറെ വഴിയില്ല. ശിവരാമൻ എന്നോട് ക്ഷമിക്കട്ടെ എന്നൊക്കെ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ അടുത്തേക്ക് ഇപ്പോൾ സന്ദീപ് വന്നിരിക്കുന്നുണ്ട്. കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് സന്ദീപ് വന്നിരിക്കുന്നത്. മോൾ ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നു. നല്ല കരച്ചിലായിരുന്നു എന്നൊക്കെ ആതിര പറഞ്ഞു. ആ ശിവരാമൻ എന്തോ അബദ്ധം പറ്റിയതാണ് എന്ന് സന്ദീപ് പറയുമ്പോൾ ആതിര പറയുന്നു, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പലതവണ അയാൾ ഇവിടെ ഈ വാതുക്കൽ വന്ന് കുഞ്ഞിനെ നോക്കി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാനത് വലിയ കാര്യമാക്കിയിട്ടില്ല. അയാൾക്ക് വല്ല മെന്റൽ പ്രോബ്ലം കാണുമെന്ന് സന്ദീപ്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ കുഞ്ഞിനെ അയാൾ അബദ്ധം പറ്റി എടുത്തോണ്ട് പോയതല്ല. നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയാണ് അയാൾ ഈ റൂമിൽ കയറി കുഞ്ഞിനെ എടുത്തത്. അയാൾ നമ്മുടെ കുഞ്ഞിനെ എടുക്കുന്നത് എന്തിനാ? അതാ എനിക്ക് മനസ്സിലാകാത്തത്. അച്ചുചേച്ചിയുടെ കയ്യിലുള്ള കുഞ്ഞാണ് അച്ചുചേച്ചിയുടെ കുഞ്ഞാണ് അയാളുടെ കുഞ്ഞെന്ന് അയാൾക്ക് വ്യക്തമായിട്ടറിയാം. നിയമപരമായി അവർ അഡോപ്റ്റ് ചെയ്തതാണെന്നും അറിയാം. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തോണ്ട് രക്ഷപ്പെടാനാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ എടുത്തോണ്ട് പോയിക്കൂടായിരുന്നോ? അയാൾക്ക് ചിലപ്പോൾ കുഞ്ഞിനെ മാറിപ്പോയതാണെങ്കിലോ എന്ന് സന്ദീപ്. മാറിപ്പോവാനോ? അതെങ്ങനെയാ? കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞെന്ന് അയാൾ ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. സന്ദീപ് പറയുന്നു, അതിനയാളെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. അയാളുടെ കുഞ്ഞ് വീട്ടിലുണ്ട്. ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടില്ലെന്നും അയാൾക്കറിയാമെന്ന് സന്ദീപ്. കുഞ്ഞിന് വേണ്ട അച്ചുചേച്ചിയുടെയും സച്ചിയേട്ടനെയും കുഞ്ഞായിട്ട് വളർന്നോട്ടെ എന്ന് അയാളല്ലേ പറഞ്ഞത്. ദൂരെ നിന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ അയാൾക്ക് ഇവിടെ ജോലി കൊടുത്തത്. അയാളുടെ നില മനസ്സിലാക്ക്. അയാളുടെ ഭാര്യ മരിച്ചു, കുഞ്ഞും പോയി. അയാളുടെ മനുഷ്യനാണ്. എത്ര ശ്രമിച്ചാലും കുഞ്ഞിന്റെ അടുത്ത് വരാതിരിക്കാൻ കഴിയില്ല. ആയിക്കോട്ടെ, അങ്ങനെ ആയാലും അയാൾ എടുത്തോണ്ട് പോകേണ്ടത് ചേച്ചിയുടെ കുഞ്ഞിനെ അല്ലായിരുന്നോ? കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോഴുള്ള അയാളുടെ ഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വെപ്രാളമാണ് അയാൾ കാണിച്ചത്. മാനസിക നില തെറ്റിയ ഒരാൾ അങ്ങനെയെല്ലാം ചെയ്യുമെന്ന് സന്ദീപ്. ഇതിനകത്ത് മറ്റെന്തോ ഉണ്ട് എന്ന് ആതിര. എന്റെ മനസ്സിലെ സംശയം എന്താണെന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അയാൾ മനഃപൂർവ്വമാണ് നമ്മുടെ മോളെ എടുത്തോണ്ട് പോയത്. അതൊരു മാനസിക രോഗിയുടെ പ്രവൃത്തിയല്ല. അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്. എന്താണെന്ന് സന്ദീപ്. അയാളുടെ ഭാര്യയുടെ മരണം കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചത്. പിന്നെ ആ ന്യൂസ് പത്രത്തിൽ വായിച്ച് തിരിച്ചു വന്നത്. പിന്നെ ഇതാ കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചത്. അവിടെ എന്തോ മറിഞ്ഞിരിപ്പുണ്ട് എന്ന് ആതിര പറയുമ്പോൾ സന്ദീപ് പറയുന്നു, വെറുതെ നീ ആവശ്യമില്ലാത്തത് ആലോചിക്കേണ്ട, കിടന്നുറങ്ങ്. സന്ദീപ് വിചാരിക്കുന്നു, ആതിര പറയുന്നതിലും കാര്യമുണ്ട്. അയാൾ എന്തിനായിരിക്കും കുഞ്ഞിനെ എടുത്തോണ്ട് പോകാൻ ശ്രമിച്ചത് എന്ന് സന്ദീപും ആലോചിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.